ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ഞണ്ട് കറിയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൃത്തിയാക്കിയ ഞണ്ട് 1 കിലോ, തേങ്ങ തിരുമിയത് 1 കപ്പ്, പെരിഞ്ജീരകം 1.5 ടീസ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, കാശ്മീരി മുളക് 5 എണ്ണം, ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം, ചുവന്നുള്ളി അരിഞ്ഞത് 1 കപ്പ്, കുടംപുളി വെള്ളത്തിൽ 15 മിനിറ്റ് വരെ കുതിർത്ത് വെച്ചത് 2 ചെറിയ കഷ്ണം, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് തിരുമിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ വെള്ളമായി ഒന്ന് മാറുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇനി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ബ്രൗൺ ആകണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാശ്മീരി മുളകിന് പകരം മുളക് പൊടി ഉപയോഗിച്ചാലും മതി. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതിൻ്റെ പച്ചമണം ആ ചൂട് കൊണ്ട് തന്നെ മാറിക്കിട്ടും. ഇനി ഇത് നന്നായി പൊടിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നിറം മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റാം. ഇനി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടാനാണ് ചുവന്നുള്ളി ചേർത്തിരിക്കുന്നത്, അതായത് കൊച്ചുള്ളി. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ട് കളറ് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ അതിലിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മുങ്ങിക്കിടക്കത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. കറി തിളച്ച് കഴിഞ്ഞിട്ട് ആ പുളി എടുത്തങ്ങ് മാറ്റണം. ഒരുപാട് പുളി ഇറങ്ങുന്നത് ഞണ്ടിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഒരു 5 മിനിറ്റോളം തുറന്ന് വെച്ച് വേവിക്കാം. കാരണം അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാവുന്നതിനായിട്ട്. ഇപ്പം നമ്മുടെ വറുത്തരച്ച ഞണ്ട് കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് എല്ലാവരും പാചകലോകം ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം.